ഇനി നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം വെക്ടേഴ്സിൽ. നോക്കൂ, വാട്ട് ഇസ് എ അഡിറ്റീവ് ഐഡന്റിറ്റി ഓഫ് എ വെക്ടർ? ഒരു വെക്ടറിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്താ? ഇത്രയേ ഉള്ളൂ. എന്താ അഡിറ്റീവ് ഐഡന്റിറ്റി പറഞ്ഞാൽ ഒരു വെക്ടർ ആണെങ്കിൽ അതിനോട് എന്ത് ആഡ് ചെയ്താലാണ് അതേ വെക്ടർ കിട്ടുക. അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഇഫ് യു ആഡ് എ സീറോ വെക്ടർ ടു എ വെക്ടർ ഇറ്റ് വിൽ ബി ദ സെയിം വെക്ടർ. അതുകൊണ്ട് ഇതിങ്ങനെയാണ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് എ. വെക്ടർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പം എ പ്ലസ് 0 ഇസ് ഈക്വൽ ടു 0 പ്ലസ് എ ഇസ് ഈക്വൽ ടു എ ആണെങ്കിൽ ആ സീറോ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് അഡിറ്റീവ് ഐഡന്റിറ്റി. അഡിറ്റീവ് ഐഡന്റിറ്റി. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ രണ്ട് നോൺ സീറോ ആയിട്ടുള്ള വെക്ടർ ആഡ് ചെയ്താൽ കിട്ടുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ രണ്ടിന്റെയും ഡയറക്ഷൻ ആയിരിക്കില്ല. ഓക്കെ, കാരണം ട്രയാങ്കിൾ ലോ ആണല്ലോ. അപ്പൊ ഈ വെക്ടറും ഈ വെക്ടറും കൂടി കൂട്ടിയാൽ എന്തായാലും ഇങ്ങനെയുള്ള വെക്ടർ അല്ലേ കിട്ടുക. അപ്പൊ എന്തായാലും അത് ആ കിട്ടുന്ന വെക്ടർ എനോടും ബിനോടും പാരലൽ ആയിരിക്കില്ല. ഓക്കെ, അതൊരു ഐഡിയ. പിന്നെ സീറോ വെക്ടറിന്റെ ഡയറക്ഷൻ എന്താ? സീറോ വെക്ടർ പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഹാവിംഗ് നോ മാഗ്നിറ്റ്യൂഡ്. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് സീറോ വെക്ടർ? സീറോ വെക്ടർ ക്യാൻ ടേക്ക് എനി ഡയറക്ഷൻ. നോ ഡയറക്ഷൻ അല്ല, എനി ഡയറക്ഷൻ. ഇറ്റ് ക്യാൻ ടേക്ക് എനി ഡയറക്ഷൻ. ആർബിട്രറി ഡയറക്ഷൻ എന്നാണ് അർത്ഥം. അതായത് എ എന്നുള്ള വെക്ടറിന്റെ അതേ ഡയറക്ഷൻ സീറോ എടുക്കും. അതുകൊണ്ടാണ് എ തന്നെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് അഡിറ്റീവ് ഐഡന്റിറ്റി ഈസ് എ സീറോ വെക്ടർ. ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, എന്താണ് യൂണിറ്റ് വെക്ടർ? വെക്ടർ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 1 ആണ് യൂണിറ്റ് വെക്ടർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്. അതാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. പിന്നെ നെഗറ്റീവ് ഓഫ് എ വെക്ടർ പറഞ്ഞാൽ ഇങ്ങോട്ടൊരു വെക്ടർ ഉണ്ടെങ്കിൽ അത് നേരെ തിരിച്ചിടുക. ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് സെയിം ബട്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ്. ഓക്കെ, ഡയറക്ഷൻ ഓപ്പോസിറ്റ്. ഇതൊക്കെ ബേസിക് ഐഡിയാസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 or more vectors having same initial point are called. എന്താണ്? എല്ലാ വെക്ടറിനും ഒരു ഇനീഷ്യൽ പോയിന്റ് ഉണ്ട്, ഒരു ടെർമിനൽ പോയിന്റ് ഉണ്ട്, അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ഇതിപ്പോ എ, ഇതിപ്പോ ഒ ആണ്, ഇതിപ്പോ എ ആണെങ്കിൽ വെക്ടർ ഞാൻ ഇങ്ങനെ എയറോ ഇട്ടാൽ ഇതാണ് ഇനീഷ്യൽ പോയിന്റ്. ഒ is called the initial point. A is called the terminal point, terminus, end point, terminal point. ഈ ഇനീഷ്യൽ പോയിന്റ് ഫിക്സ്ഡ് ആയിട്ടാണ് സങ്കല്പം. ഈ ടെർമിനൽ പോയിന്റ് മാറുമ്പോഴാണ് വെക്ടറിന്റെ ഡയറക്ഷൻ മാറുക. ഈ ടെർമിനൽ പോയിന്റും ഇനീഷ്യൽ പോയിന്റും തമ്മിലുള്ള ലൈൻ സെഗ്മെന്റ് ആണ് ആ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന, ആ സെഗ്മെന്റ് ലെങ്ത് ആണ് ആ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടർ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ വലിയ ലെങ്ത് ആണെങ്കിൽ നമ്മൾ പറയും ആ വെക്ടറിന് ബിഗർ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ചെറിയ ലെങ്ത് ആണെങ്കിൽ നമ്മൾ പറയും ആ വെക്ടറിന് ചെറിയ മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ അല്ല ഐഡിയ. അപ്പം ഒരേ ഇനീഷ്യൽ പോയിന്റ് ഉള്ള ഒരു കൂട്ടം വെക്ടേഴ്സിന് നമ്മൾ പറയും കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. ഇനീഷ്യൽ പോയിന്റ് സെയിം ആവാം. അപ്പോൾ വി കോൾ ഇറ്റ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. ആൻസർ ഇസ് കോ ഇനീഷ്യൽ. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. അപ്പൊ ഇതിൽ എല്ലാ കാര്യങ്ങളും നോക്കാം. യൂണിറ്റ് വെക്ടർ അറിയാം, സീറോ വെക്ടർ അറിയാം, കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന ഹാവിംഗ് സെയിം ഇനീഷ്യൽ പോയിന്റ്. കോ ടെർമിനൽ വെക്ടർ, എല്ലാറ്റിനും ടെർമിനൽ പോയിന്റ് സെയിം ആണെങ്കിൽ വി കോൾ ഇറ്റ് കോ ടെർമിനൽ വെക്ടർ. അതങ്ങനെ സാധാരണ നമ്മൾ ഉപയോഗിക്കാറില്ല. ടെർമിനൽ പോയിന്റ് മേജ് ആക്കുക എന്നുള്ള കാര്യം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇനീഷ്യൽ പോയിന്റ് മേജ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. ഓക്കെ, റൈറ്റ്. അടുത്തത്, if the sum of two unit vectors is also a unit vector, then the magnitude of their difference. ഇത് നിങ്ങൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വെക്ടർ ഇപ്പം ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനൊരു വെക്ടർ എന്ന് വെച്ചോളൂ, എ. ഇങ്ങനൊരു വെക്ടർ ഉണ്ട് ബി. എ പ്ലസ് ബി പറഞ്ഞ വെക്ടർ ഇവിടെ ഉണ്ടാവും. യു മേക്ക് ഇറ്റ് എ പാരലഗ്രാം. ഇതാണ് എ പ്ലസ് ബി ഉണ്ടാവുക. ദിസ് ഇസ് എ പ്ലസ് ബി. And also you can see that this vector, ഇത് വെക്ടർ ബി ആണ്, ഈ വെക്ടർ ബി ആയിരിക്കും. അപ്പോൾ ഈ വെക്ടർ എന്തായിരിക്കും? ഇത് അങ്ങോട്ട് എടുത്താൽ ദിസ് വിൽ ബി വെക്ടർ ബി മൈനസ്, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇതും കൂടി കൂട്ടിയാലാണ് ഇത്. അപ്പോൾ ഇത് വിൽ ബി ബി മൈനസ് എ. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി. എന്താ ഐഡിയ? ഈ ഡയഗണൽ യു ഹാവ് എ പാരലഗ്രാം ലോ. Parallelogram law in the case of geometry. What is the parallelogram law?
പാരലലോഗ്രാം ലോ ഇൻ ദ കേസ് ഇൻ ജോമെട്രി എന്താ? പാരലലോഗ്രാം ലോ. വെക്ടറിലെ പാരലലോഗ്രാം ലോ അല്ലേ, ജോമെട്രിയിലെ പാരലൽ ലോ എന്താണ്? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് diagonals. Sum of squares of diagonals is equal to twice sum of squares of adjacent sides. ഇതാണ് ഐഡിയ. അപ്പോൾ ഇവിടെ ഈ ഡയഗണൽ ലെങ്ത്, ഈ വെക്ടർ എയും ഈ വെക്ടർ ബിയും ആണെങ്കിൽ ഡയഗണൽ ലെങ്ത് എ പ്ലസ് ബി ആണ്. മറ്റേ ഡയഗണൽ ലെങ്ത് എ മൈനസ് ബി ആണ്. അപ്പൊ അതിന്റെ സ്ക്വയറിന്റെ സം എന്തിനോട് ഈക്വൽ ആയിരിക്കും? ട്വൈസ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ അഡ്ജസന്റ് സൈഡ്സ് ആണ്. അപ്പൊ ട്വൈസ് the sum of squares of adjacent sides, mod a square plus mod b square വരും. അപ്പോൾ ഇതൊരു കൺസെപ്റ്റാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. എന്താണ്? മോഡ് എ പ്ലസ് ബി സ്ക്വയർ പ്ലസ് മോഡ് എ മൈനസ് ബി സ്ക്വയർ ഈക്വൽസ് ട്വൈസ് ഓഫ് മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ. ഇവിടെ ഈ പ്രോബ്ലം ഉപയോഗിച്ചിട്ട് ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. എന്താ? Sum of two unit vectors is also a unit vector. അപ്പം ഇത് യൂണിറ്റ് വെക്ടർ ആണ്, ഇത് യൂണിറ്റ് വെക്ടർ ആണ്, സമ്മും യൂണിറ്റ് വെക്ടർ ആണ്. ഇത് അതിൻ്റെ അർത്ഥം എന്താ? മോഡ് എ 1 ആണ്, മോഡ് ബി 1 ആണ്, മോഡ് എ പ്ലസ് ബിയും 1 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മോഡ് എ മൈനസ് ബി? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിഫറൻസ് എന്നാണ് ചോദ്യം, അല്ലേ? മോഡ് എ 1 ആണ്, മോഡ് ബി 1 ആണ്, മോഡ് എ പ്ലസ് ബി 1 ആണ്. വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിഫറൻസ് അല്ലേ ചോദ്യം? അപ്പൊ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? മോഡ് എ പ്ലസ് ബിയുടെ വാല്യൂ 1 ആണ്, പ്ലസ് മോഡ് എ മൈനസ് ബി നമുക്ക് അറിയില്ല, മോഡ് എ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്വൈസ് ഓഫ് മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ. മോഡ് എ സ്ക്വയർ എന്താ മക്കളെ? 1 പ്ലസ് മോഡ് ബി സ്ക്വയർ 1 ആണ്, അല്ലേ? അപ്പൊ 1 പ്ലസ് 1 2, 2 into 2 4. So what is mod a minus b square? Mod a minus b square is 4 minus 1, that is 3. So mod a minus b is equal to 3. Root 3. Plus or minus എടുക്കാൻ പാടില്ല, നെഗറ്റീവ് റൂട്ട് 3 എടുക്കാൻ പാടില്ല, പ്ലസ് റൂട്ട് 3. അപ്പൊ ഇത് നേരെ തിരിച്ചും പറയാം. എന്താ? മോഡ് എ 1 ആണ്, മോഡ് ബി 1 ആണ്, മോഡ് എ മൈനസ് ബി 1 ആണെങ്കിൽ മോഡ് എ പ്ലസ് ബി റൂട്ട് 3 ആയിരിക്കും, സിമെട്രി ആണ്. അപ്പം ഇത് 4 കാര്യങ്ങളാണ്: മോഡ് എ പ്ലസ് ബി, മോഡ് എ മൈനസ് ബി, മോഡ് എ, മോഡ് ബി. അപ്പൊ ഇതിൽ 3 എണ്ണം അറിയെങ്കിൽ 4ാമത്തെ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ മോഡ് എ പ്ലസ് ബി തന്നിട്ടുണ്ട്, മോഡ് എ മൈനസ് ബി തന്നിട്ടുണ്ട്, മോഡ് എ തന്നിട്ടുണ്ട്, യു ക്യാൻ ഫൈൻഡ് മോഡ് ബി. അപ്പൊ ഈ റിസൾട്ടിൽ നിന്ന് നമുക്ക് 4-5 ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. ഓക്കെ. പിന്നെ ഇതിനൊരു ജോമെട്രി ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ ഒരു ജോമെട്രി ഉണ്ട്. ജോമെട്രി എന്താ വെച്ചാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫിനോമിനയാണ്. നമ്മളിപ്പം ഇതൊരു ട്രയാങ്കിൾ ചിത്രം വരച്ചാൽ എങ്ങനെ ഉണ്ടാവാം? ഇപ്പം ഇതാണ് എ വെച്ചോളൂ, ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി. അപ്പം ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, ഇത് വെക്ടർ സി. ഇപ്പൊ മോഡ് എ, ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മൾ ഈ കേസിൽ പറഞ്ഞ മാതിരി മോഡ് എ, മോഡ് ബി, മോഡ് സി, മോഡ് എ, മോഡ് ബി, മോഡ് എ, മോഡ് ബി, മോഡ് സി, മോഡ് എ, മോഡ് ബി, മോഡ് സി ഈക്വൽ ആണ്. അല്ലെങ്കിൽ മോഡ് എ ഇങ്ങനെ ആലോചിച്ചാൽ മതി, മോഡ് എ ഇങ്ങനെ പറഞ്ഞാലും മതി അല്ലേ? ഇപ്പം എയും ബിയും എ പ്ലസ് ബി, എയും ബിയും എ പ്ലസ് ബിയും യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ നോക്കൂ, ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ ഇത് എ പ്ലസ് ബി അല്ലേ? എ പ്ലസ് ബി അല്ലേ? അല്ലേ? നോക്കൂ, ഇത് എയും ഇത് ബിയും, ഇത് വെക്ടർ എ വെച്ചോ, ഇത് വെക്ടർ ബി ആണ്. അപ്പം എയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ബിയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ഇത് എ പ്ലസ് ബി ആണ്. അപ്പം ഇന്ന് ഈ കേസിൽ എന്തായിരിക്കും? എ പ്ലസ് ബി എന്ന് പറയുന്നത്, എ പ്ലസ് ബി പറയുന്നത് ഇപ്പം ഇങ്ങനെ ഈ കേസിൽ ഇതല്ലേ സി, അപ്പൊ എ പ്ലസ് ബിയും സിയും ഒന്നാണ്. അപ്പൊ എ പ്ലസ് ബി പറയുന്നത് മൈനസ് സി ആയിരിക്കും.
അപ്പൊ ഈ സമയത്ത് എന്തായിരിക്കും എ പ്ലസ് ബി പ്ലസ് സി 0 ആയിരിക്കും അല്ലേ. അപ്പം മോഡ് എയുടെ വാല്യൂ 1 ആണ്, മോഡ് ബിയുടെ വാല്യൂ 1 ആണ്, മോഡ് സിയുടെ വാല്യൂ 1 ആണ്. എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ എന്തായാലും they will form the sides of a triangle അല്ലേ. they will form the sides of a triangle taken in order. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്നുവെച്ചാൽ ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി ആണെങ്കിൽ ഇത് എ പ്ലസ് ബി ആയിരിക്കും. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡും ഇതിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണെങ്കിൽ, ഇതിപ്പോ സെയിം ആവണമെന്നില്ല, ഇപ്പൊ എങ്ങനെയായാലും കുഴപ്പമില്ല. ഇതിപ്പോ വെക്ടർ എ, ഇത് വെക്ടർ ബി ആണെങ്കിൽ ഇത് വെക്ടർ എ പ്ലസ് ബി ആണ്. അപ്പൊ വെക്ടർ എ പ്ലസ് വെക്ടർ ബി അങ്ങനെയാണെങ്കിൽ ഇത് വെക്ടർ എ പ്ലസ് ബി അല്ലേ. അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനൊരു വെക്ടർ ഉണ്ട് എ, ഇങ്ങനൊരു വെക്ടർ ഉണ്ട് ബി, ഇങ്ങനൊരു വെക്ടർ ഉണ്ട് സി വെച്ചോളൂ, തലകുത്തനായിട്ട് സി. അപ്പൊ ആക്ച്വലി സി എന്താ മൈനസ് എ പ്ലസ് ബി അല്ലേ. അപ്പൊ ഈ സമയത്ത് എന്താ കിട്ടുക, എ പ്ലസ് ബി പ്ലസ് സി 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഒരു കൺസെപ്റ്റ് ഉണ്ട്, എന്താണ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി 0 ആയാൽ എയും ബിയും സിയും സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആയിട്ട് എഴുതാം, ടേക്കൺ ഇൻ ഓർഡർ. എന്താ ടേക്കൺ ഇൻ ഓർഡർ പറഞ്ഞാൽ എയുടെ വാല്യൂമിലാവണം ബി, ബിയുടെ വാല്യൂമിലാവണം സി ആൻഡ് സോ ഓൺ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. എയും ബിയും സിയും കൂടി കൂട്ടിയാൽ 0 ആവണം. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു പെർട്ടിക്കുലർ കേസിൽ മോഡ് എയുടെ വാല്യൂ 1 ആണ്, മോഡ് ബിയുടെ വാല്യൂ 1 ആണ്, മോഡ് സിയുടെ വാല്യൂ 1 ആണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ ഈ ട്രയാങ്കിൾ ഇക്വലാറ്ററൽ ആയിരിക്കും. ഇക്വലാറ്ററൽ ആകുമ്പം നമ്മൾ വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അറിയാതെ പറഞ്ഞു പോകും ദ റൈറ്റ് ആൻഡ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. എയും ബിയും തമ്മിൽ ആംഗിൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയാതെ പറയും 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രി അല്ല, ആക്ച്വലി എയും ബിയും തമ്മിൽ ആംഗിൾ ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ടത് ഈ ആംഗിളാണ്, 120 ഡിഗ്രിയാണ്. അപ്പൊ അതിന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എ പ്ലസ് ബിയുടെ വാല്യൂ, എയും ബിയും നമ്മൾ ആംഗിൾ അല്ലേ, എ പ്ലസ് ബിയുടെ വാല്യൂ മൈനസ് സി ആയിട്ട് എഴുതാം. എയും ബിയും തമ്മിലുള്ള ആംഗിൾ ചോദിച്ചാൽ എ പ്ലസ് ബി ഇസിക്കൽ മൈനസ് സി എഴുതാം. എന്നിട്ട് ഇത് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് സി സ്ക്വയർ വരും അല്ലേ. അപ്പോൾ ദിസ് ഇസ് മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് ട്വൈസ് എ ഡോട്ട് ബി is equal to mod c square. What is a dot b equals? A dot b is mod c square minus mod a square minus mod b square divided by 2. ഇതാണ് a dot b. അപ്പോൾ a dot b പറഞ്ഞാൽ mod a mod b cos theta ആണ്. ഇതിന്ന് cos theta കാണാൻ പറ്റും, theta കാണാൻ പറ്റും. അപ്പോൾ in this case mod a യുടെ വാല്യൂ 1 ആണ്, mod a യുടെ വാല്യൂ 1 ആണ്, മോഡ് എയുടെ വാല്യൂ 1 ആണ്, മോഡ് ബിയുടെ വാല്യൂ 1 ആണ്, മോഡ് സിയുടെ വാല്യൂ 1 ആണ്. എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ എയും ബിയും നമ്മൾ ആംഗിൾ 120 ഡിഗ്രി ആണെന്ന് എങ്ങനെയാണ് കിട്ടുക, എ ഡോട്ട് ബി ഈസ് ഇക്വൽ ടു എന്ത് പറയാം, എ ഡോട്ട് ബി ഈസ് ഇക്വൽ ടു മോഡ് സി സ്ക്വയർ 1 മൈനസ് 1 ബൈ 2. അപ്പോൾ എ ഡോട്ട് ബി ഈസ് ഇക്വൽ ടു മൈനസ് 1 ബൈ 2. എന്താ എ ഡോട്ട് ബി, 1 ഇൻറ്റു കോസ് തീറ്റ is equal to minus 1 by 2. അപ്പോൾ തീറ്റ is equal to 2 pi by 3. അങ്ങനെയാണ് 120 കിട്ടുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എയും ബിയും തമ്മിൽ ആംഗിളും കാണാം. അപ്പോൾ ബിയും സിയും തമ്മിൽ ആംഗിളാണ് ചോദിച്ചെങ്കിൽ ബി പ്ലസ് സി ഇസ് ഇക്വൽ ടു മൈനസ് എ എഴുതാം. എയും സിയും തമ്മിൽ ആംഗിൾ ചോദിച്ചാൽ എ പ്ലസ് സി ഇസ് ഇക്വൽ ടു മൈനസ് ബി എഴുതാം. ഓക്കെ. അപ്പോൾ ഈ റിസൾട്ട് ഓർക്കണം, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഐഡിയ കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് 10 ആണ്. മോഡ് എയുടെ വാല്യൂ തന്നിട്ടുണ്ട്, മോഡ് ബിയുടെ വാല്യൂ. വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി, അതാ ചോദ്യം. അപ്പൊ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മോഡ് എ മൈനസ് ബി സ്ക്വയർ ചെയ്യാം. മോഡ് എ മൈനസ് ബിയുടെ വാല്യൂ 10 അല്ലേ, ഇത് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, മോഡ് എ മൈനസ് ബി സ്ക്വയർ ഈക്വൽസ് 100. അപ്പൊ ഇതെന്താ കിട്ടുക, മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ മൈനസ് ട്വൈസ് എ ഡോട്ട് ബി is equal to 100. ശരിയല്ലേ. മോഡ് എ സ്ക്വയറിന്റെ വാല്യൂ 64 ആണ്, മോഡ് എയുടെ വാല്യൂ 8 ആണ്. അപ്പോൾ മോഡ് എ സ്ക്വയറിന്റെ വാല്യൂ 64 ആണ് പ്ലസ് മോഡ് സി സ്ക്വയർ 36 ആണ് മൈനസ് 2 ഇൻറ്റു എ ഡോട്ട് ബി എന്താ, മോഡ് എ മോഡ് ബി കോസ് തീറ്റ. മോഡ് എ പറഞ്ഞാൽ 8 ആണ്, മോഡ് ബി പറഞ്ഞാൽ 6 ആണ് ഇൻറ്റു കോസ് തീറ്റ is equal to 100 ആണ്. അപ്പോൾ ഈ 100 വെട്ടിപ്പോകും. കോസ് തീറ്റയുടെ വാല്യൂ 0 ആണ്, കോസ് തീറ്റയുടെ വാല്യൂ 0 ആണ് അല്ലേ.
Therefore, theta equals 90 degrees. Answer is 90 degrees. D is answer. Okay, D is answer. ഇത് പൈത്തഗോറസ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പൈത്തഗോറസ് വർക്ക് ചെയ്താലും മതി കേട്ടോ. മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ ഈക്വൽസ് മോഡ് എ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ പാരലഗ്രം റെക്ടാംഗിൾ ആവും. അപ്പോഴും ഐഡിയ വർക്ക് ചെയ്യും. അപ്പോൾ ഇൻ ദിസ് കേസ് മോഡ് എ മൈനസ് ബി 10 ആണെങ്കിൽ മോഡ് എ പ്ലസ് ബിയും 10 ആയിരിക്കും. അതും ഇമ്പോർട്ടൻ്റ് ഐഡിയ ആണ്.